ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഫ്രോക്ക് മാക്സിയാണ്. അപ്പോൾ നമ്മൾ ഷാൾ മാക്സികൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ടിൽ കംപ്ലീറ്റ് ആക്കി കേട്ടോ. ഈ സെയിം പ്രിൻറ്റുകൾ ഇനി ഇതന്നെ ഉള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ കഴിഞ്ഞ് പുതിയ ഇത് നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3-4 ദിവസമായിട്ട് ഞാൻ ഇവിടെ ഷോപ്പ് തുറക്കാറില്ല. ചെറിയ ഓരോരോ പ്രശ്നങ്ങൾ കാരണം തുറക്കാറില്ല. അതുപോലെ തന്നെ കഫ്താനും നമ്മൾ സെയിം പ്രിൻറ്റ് അടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ അജ്രക്കിലെ ഷോൾ മാക്സി ഇതിപ്പോൾ ബാലൻസ് പീസ് കുറച്ചും കൂടി അടിക്കാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അടിച്ചു വന്നതാണ്, അത് ഇങ്ങോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഇതിലിതാ പുതിയ പ്രിൻറ്റിൽ ഇതിവിടെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതാട്ടോ ഇതാണ്. അപ്പോൾ ഇതിൽ ഇനിയും ബാലൻസ് അടിക്കാനുണ്ട് കേട്ടോ, ആ സെയിം പ്രിൻറ്റിൽ. അപ്പോൾ ഞാൻ ഇന്നാൾ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു അത് അടിച്ച്, ഞാൻ ക്യാമറ ഒന്ന് കുറച്ചുകൂടി ഒരു മഞ്ഞക്കളറുള്ള പോലെ ഉണ്ട്. ഇപ്പോൾ ശരിയായുണ്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് കുറച്ചും കൂടി സെയിം പ്രിൻറ്റിൽ അടിച്ചു വരാനുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്കൊരാൾ വന്നുകൊണ്ട് എനിക്ക് ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടു, അത് അടിച്ചു പോകൂല, അപ്പോൾ ഇപ്പോൾ തന്നെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോയിട്ടില്ലെങ്കിൽ അടുത്തൊരു വീഡിയോയും കൂടി ചെയ്യാനുള്ള ചാൻസ് അല്ല. അത് എത്ര സെക്കൻഡ് ആയപ്പോഴത്തേന് എൻ്റെ കണ്ണിൽ പെട്ടപ്പോഴത്തേന് ഞാൻ ആ ഡിലീറ്റ് ആക്കിയിട്ടു. ഇപ്പം ഞാൻ അവിടെ സെയിം പ്രിൻറ്റ് കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കൽ കഴിഞ്ഞ് കസ്റ്റമറൊക്കെ പോയിട്ട് ഇതാകണം കേട്ടോ. ഈ പ്രിൻറ്റിലിപ്പോൾ അടിച്ചു വന്നിട്ടുണ്ട്, കുറച്ച് അടിച്ചു വന്നിട്ടുണ്ട്, കുറച്ച് ഓരോരുത്തർ മെറ്റീരിയൽ ഉണ്ട് അതിൽ, അതിൻ്റെ ബാലൻസ് ഇട്ടാ കാണണ്ട. ഇനി ഇതും കൂടി ഉള്ളൂ കേട്ടോ അതിൽ, കാരണം ഇത് ഞാൻ അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മെറ്റീരിയൽ ഭയങ്കര വീച്ചാണ് ആട്ടി അതുകടോ. അപ്പോൾ ഇതാട്ടോ ആ പ്രിൻറ്റിൽ ഇനിയും ഇത് മെറ്റീരിയലാണ്. ഞാൻ ഫോൺ സ്റ്റാൻഡ് വെച്ചിട്ട്, അപ്പോൾ ഇത് മെറ്റീരിയലാണ് കേട്ടോ. ഇത് അടിച്ചിട്ടില്ല, ഒന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വെറുതെ, ഇത് വെറും മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ പറയും, ചില വീഡിയോസിൽ പറയും ഇതിൻ്റെ ബാലൻസ് നമുക്ക് കുറച്ചും കൂടി അടിച്ചിട്ട് വരാനുണ്ട്, അപ്പോൾ അത് അടിച്ചിട്ട് കാണിക്കാമെന്ന് പറയട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയാണ് ഇത് അടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇനി അടിച്ച്, കാരണം ഓൾറെഡി ഒരിടത്ത് കുറച്ച് പീസ് അവിടെ സ്റ്റോക്ക് ഉള്ളത് കാരണം നമ്മൾ മുഴുവൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഇപ്പോൾ കുറച്ച് മുകളിലും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അത്. അപ്പോൾ ഇത് അടിച്ചു വന്ന പീസാണ്, ഇത് അടിച്ചാത്ത പീസാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ പറയണത് അതുകൊണ്ടാണ്. കാരണം ഓൾറെഡി എന്താണ് നമ്മൾ ബൾക്കായിട്ട് മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് കുറേശ്ശെ ചിലപ്പോൾ കുറച്ച് ടോപ്പും കൊടുക്കും, കുറച്ച് ഫ്രോക്ക് മാക്സിക്കും കൊടുക്കും, ചിലപ്പോൾ എന്താണ് ഫ്രോക്ക് മാക്സി മാത്രമായിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഒരു കഫ്താൻ ഉണ്ട് പറഞ്ഞിരുന്നല്ലോ, ഒറ്റൊരു കഫ്താൻ അടിച്ചു ഇതാ തോന്നണല്ലേ. ഇത് ഒരു കഫ്താന് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 56 ഒരു കഫ്താന്. അപ്പോൾ ഈ മെറ്റീരിയലിൽ ഒരു കഫ്താന് വെച്ച് ചിലതിൽ, അതായത് ഫ്രോക്ക് അടിച്ച് മെറ്റീരിയലിൽ ബാലൻസ് വരുമ്പോൾ ഓരത് കഫ്താൻ അടിക്കലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ആദ്യത്തേക്കിലെ ബാലൻസ് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് മൊത്തത്തിൽ 56 കേട്ടോ. 56 ലെങ്ത് വരുന്നത്. ടേപ്പ് എടുത്ത് കൊണ്ടിട്ടാ പോയിട്ട്. അപ്പോൾ 56. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് കുറച്ചും കൂടി ബാലൻസ് അടിച്ചു വരാനുണ്ട് എന്നുള്ളത്. 390 തന്നെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് 24. സ്ലീവ് ഹിപ്പിൻ കൊടുത്തോ, വണ്ടി പോയിക്കണോ, വണ്ടി എത്തിയിട്ടില്ല. ഹിപ്പിൻ്റെ അവിടേക്ക് ഒരു 28 ഇഞ്ച് ഉണ്ട് കേട്ടോ, 28 ഇഞ്ച് ഉണ്ട് ഹിപ്പ് സൈസ്. അപ്പൊ അന്നത്തെ ബാലൻസ് പറഞ്ഞത് ഈ ഒരു പ്രിന്റിലായിരുന്നു കേട്ടോ. അപ്പൊ ആൾക്ക് ഞാൻ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണല്ലോ. അപ്പൊ ആൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീർന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പൊ അത് ചാലുവാ ഇതൊന്ന് ഹട്ടിക്കിട്ടച്ചാടാ, ആ ബിറ്റ് ആ മേലെന്ന് ഒന്നിച്ച് ചാടിയത്. അപ്പൊ അതിന്റെ ഒരു അടുത്തൊരു കളർ വരുന്നത് ബ്ലൂ ആണ് കേട്ടോ, ബ്ലൂ. ഇതൊക്കെ ഇനി കൂടുതൽ പീസ് ഉണ്ടാവും കേട്ടോ, കാരണം അന്ന് നമ്മൾ ധൃതി പിടിച്ച് വാങ്ങിച്ചു. അതോ അത് ഇതേ സെയിം പീസ് ഇനി അടിച്ചു വരാനുണ്ട്. നമ്മളിത് പറയില്ലേ ബാലൻസ് ഇനി അടിച്ചു വരാൻ കേട്ടോ. അപ്പൊ ഒരാൾ കമന്റ് ഇട്ടേ എന്താണ്
ആ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോക്കും കൂടിയുള്ള ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടേ. അതായത് ഇത് പോയിട്ടില്ലെങ്കിൽ ഒരു വീഡിയോക്കും കൂടിയുള്ള ചാൻസ് ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞാല്, അങ്ങനെ എന്തോ എനിക്ക് അങ്ങനെ മനസ്സിലായത്. അപ്പൊ ഇതും 56 48 ചെസ്റ്റ് വീതി വരുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ റേറ്റ്, ഇതിന്റെ പ്രിന്റ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ മെറ്റീരിയൽ അടക്കം കടയിൽ ഫ്രോക്ക് മാക്സിയും ഇതും അപ്പൊ കാണാൻ വേണ്ടിയിട്ടാണ് ഇതായിട്ട് അടിയിൽ ഫ്രില്ല് വരുന്നത്. പക്ഷെ ഞാന് കടയിൽ വന്ന ആൾക്കാർ കൂടുതൽ ഇതാണ് ഇങ്ങനത്തെ പ്രിന്റുകളും ഇട്ട് കഴിഞ്ഞ് നോക്കുമ്പോഴേ വീഡിയോ കണ്ടിട്ട് നമ്മളെ നാട്ടുകാര് ഞാൻ പറയില്ല. എടാ ഇതും കഫ്താന അടിച്ചിരിക്കണത് 86 കഫ്താന്. ഇതിന്റെ ബാലൻസ് ഒക്കെ ഇപ്പൊ കഫ്താൻ വരുന്നുണ്ട്. 56 ഒരു കൈയുള്ള കഫ്താന് ഉണ്ടായിരുന്നില്ലേ? അപ്പോ അവിടെ ഞാൻ ഒരു ബാലൻസ് വെച്ചിരുന്നല്ലോ. അപ്പൊ ഇത് 56 ബ്ലൂ ട്ടോ. ഈ സെയിം പ്രിന്റിലാണ് 56 കഫ്താനോടോ കയറ്റി വെച്ചിരുന്നു. അത് പോയോ? ലാസ്റ്റ് പീസ് ഞാൻ അവിടെ വെച്ചായിരുന്നു. 390 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിലും ഇതാക്കണോ ഒരു കഫ്താൻ വന്നു. ഇത് നമ്മളെ 56 കൈയുള്ള കഫ്താനാട്ടോ. അത് ബാലൻസ് തുണി വന്നതേ കൈയുള്ള കഫ്താനാണ്. മുക്കാൽ സ്ലീവില് വരുന്നത്. ഇതിന് തന്നെ വേറൊരു പ്രിന്റ് ഉണ്ട് കേട്ടോ കൈ. അപ്പോൾ ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ബ്ലൂ ഉണ്ടായിരുന്നു. 290 റേറ്റ് ഉള്ളത്. പക്ഷെ ഇന്നലെ ഞാനത് ശ്രദ്ധ ഇല്ലാതെ കൊടുത്തതാണ്. അപ്പോൾ അതില് അടുത്തൊരു പ്രിന്റ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് കഴിഞ്ഞിട്ട് അതിമക്ക് നിൽക്കാം. അപ്പോൾ അടുത്തൊരു കളർ പ്രിന്റ് വരുന്നത് ഇതാണ്. 390 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അടിപൊളിയായിട്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഒരു പ്രിന്റ് വരുന്നത് ഇതാക്കണ കണ്ടില്ലേ? ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് റീസെല്ലിങ്ങിന് ഫ്രോക്ക് മാക്സി കിട്ടുമോ എന്നുള്ളത്. നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 60 ഇടാവുന്ന ഞാൻ മേശപ്പുറത്ത് കൊടുന്നൊക്കെ. പിന്നെ ഒരു പ്രിന്റിൽ വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ 390 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഒരു പ്രിന്റിൽ വരുന്നത് ഇതാണ് ഇതാട്ടോ. 390 രൂപയാണ്. 3 എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആക്കി തരാം. 3 ഇപ്പോ പച്ച ടോപ്പാടാ. അജ്രക്ക് മാത്രം മതി. ഏത് അജ്രക്കോ? 54ഉം 56ഉം. ഇപ്പൊ ഞാൻ കാണിക്കണതൊക്കെ 56 ഈ ടോപ്പ് ഇപ്പൊ ഞാൻ കാണിക്കണതൊക്കെ 56 കേട്ടോ. ഇനി കാണിക്കാൻ പോണതില് അജ്രക്കിൽ മാത്രം 54 ഉണ്ട് ഇത്ര, 56 ഉണ്ട് ഇത്ര, 58 ഉണ്ട് കാരണം. അപ്പൊ 390 രൂപയാണ് കേട്ടോ ഇത്. പിന്നെ ഒരുപാട് പ്രസവിച്ച് കിടക്കണോല്, പെൺകുട്ടികള്, പ്രസവത്തിന് കൊണ്ടുപോകാനുള്ളവര്, അങ്ങനെയൊക്കെയാണ് ഇത് ഒരുപാട് ആൾക്കാർ എടുക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാക്സി യൂസ് ചെയ്യാന് മടിയായത് കാരണം എന്താണ് ടോപ്പ് ഇടാന്നുള്ള ഇതില് ടോപ്പ് പോലെ കിടക്കുമല്ലോ. അപ്പൊ നമുക്ക് ഈ പ്രസവ കേസിനൊക്കെ ആവശ്യമായിട്ടാണ് നമുക്ക് സെയിം പ്രിന്റിൽ തന്നെ ഒരുപാട് പീസ്. ഇപ്പൊ നമുക്ക് ഓൺലൈനും രണ്ടും കൂടി ആകുമ്പോൾ ഒരുപാട് പീസ് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ചെയ്യണത് കേട്ടോ. അപ്പോ ഇതാട്ടോ ഒരു പ്രിന്റ് വരുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും കളറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പുതിയ പ്രിന്റിൽ തുടങ്ങാം അല്ലേ. അപ്പൊ അടുത്തത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അതിന് മാറ്റമുണ്ട്. കൈ എലാസ്റ്റിക് ആണ്.
ഈ ഒരു ടൈപ്പ് മാത്രം കൈ എലാസ്റ്റിക് ആണ്. പിന്നെ ഇവിടെ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ലേസ് ആണ്. പിന്നെ സിബ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 56 അല്ല, ഇത് 60-ലാണ് കേട്ടോ. ഇത് 60 വന്നിട്ടുള്ളത്. അല്ലാ, അപ്പോൾ ഇത് 60 ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് ആകെ വായിച്ചോ. ഇത് 60 കേട്ടോ, സൈസ് 60. അപ്പോൾ അതിൻ്റെ തന്നെ 56 ഉണ്ട്. അപ്പോൾ ഇതും 60. ഇതാട്ടോ, ഇതും 60. ഇതും 60 കേട്ടോ. ഇതും 60. ഇത് ഫുള്ള് 60-ല് ഇത് ഇങ്ങനെ കയറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു 60-ല് കയറ് വേണം, 60-ല് കയറ് കൊടുത്തിട്ടുണ്ട്, എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 60-ല് അത്. അപ്പോൾ ഇത് മൊത്തം 60 കേട്ടോ. ഡൗട്ട് തീർത്ത് നോക്കട്ടെ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് മൊത്തം 60-ലാണ് കേട്ടോ. 60-ലാണ് 390 രൂപ. ഞാൻ അപ്പോൾ ആദ്യം കാണിച്ചതൊക്കെ 56-ഉം ഇപ്പോൾ കാണിക്കുന്നത് മൊത്തം 60 കേട്ടോ. ഇത് മൊത്തം ഇത് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ട് ഈ പ്രിന്റിലുള്ളത് എല്ലാം 60 സൈസിലാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തത് വേറൊരു സെക്ഷൻ കയറിയത് കാരണം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രോക്ക് മാക്സി വരുള്ളൂ കേട്ടോ. ഫ്രോക്ക് മാക്സിയിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് ഇവിടെ പറയുക വെച്ചാൽ 3 കൊടുത്തും കയറിയിരിക്കുന്നത് വേറെ ടോപ്പുകളാണ്. അപ്പോൾ അത് കാരണം ഫ്രോക്ക് മാക്സി ആവശ്യമുള്ളവരൊക്കെ വാങ്ങി വെക്കുക. ഇതാട്ടോ, നല്ല രസമുള്ളൊരു പ്രിൻ്റാണ്. അപ്പോൾ അതിൽ അത്രയാണ് വന്നിട്ടുള്ളത്. ഇത് 56 കേട്ടോ ലെങ്ത് വരുന്നത്. ഇത് 56. അപ്പോൾ ഇതിൻ്റെ നെക്ക് കണ്ടില്ലേ, ഇങ്ങനെ വരും. നെക്ക് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ താഴെ കണ്ടോ, ഇത് ഇങ്ങനെ നട്ട് വരുന്നത്. അത് ഇതപ്പോൾ കഥ കുമ്പിടാൻ മടിയാ മക്കളെ, അതാട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലീവും വന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇതാക്കണേ. ഇത് 56 കേട്ടോ. ഇത് ഞാൻ ഡെമ്മിമട്ടിട്ട് കാണിച്ചു തരണോ? അപ്പോൾ ഇതാണ് കേട്ടോ, കണ്ടല്ലേ, ഇതാണ്. അപ്പോൾ ഇതിൽ 2 കളറാണ്. ഒന്ന് മെറൂണും പിന്നെ ഒന്ന് റെഡും ആണ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത്. കണ്ടില്ലേ, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് 56 സൈസ് വരുന്നത്. എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടോ. ഞാനിത് ശരിക്കും കഫ്താൻ അടിക്കണം വെച്ചിട്ട് കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ കഫ്താൻ അടിക്കാൻ സമയമില്ലാത്തത് കാരണമല്ല, ഇത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ചായിരുന്നു. പക്ഷേ അപ്പോൾ ഇതിന് കഫ്താൻ്റെ മോഡൽ മൊത്തത്തിൽ ഇതിലൊക്കെ കഫ്താനൊക്കെ ഇറങ്ങി വന്നു. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രോക്ക് ആക്കാൻ വിചാരിച്ചു. അപ്പോൾ കണ്ടില്ലേ, സ്ലീവ് വരുന്നത് ഇങ്ങനെ എലാസ്റ്റിക്കാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ എത്ര കയറ്റി വെക്കണമെങ്കിലും കയറ്റി വെക്കാം കേട്ടോ. ഇങ്ങനെ ഈ ഒരു സംഭവം തന്നെ. അപ്പോൾ അതാണ് ആ 2 കളറ് അതിലുള്ളൂ കേട്ടോ. ഇനി കാണിക്കാൻ പോണത് 54, 56 അജ്രക്കിൽ ഉള്ളത് കേട്ടോ. ഇതിന് ഇങ്ങനെ ഒരു കെട്ട് വന്നിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിലെ ബാലൻസ് തന്നെയാണ്. ഇതാണ് കേട്ടോ, ഒരു ഇതന്നെയാണ് ഇതാട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വന്നതാണ് 54 ഈ ഒരു പ്രിന്റ് കേട്ടോ. ഇതൊക്കെ ബാക്കിക്ക് ഇങ്ങനെ സെൻറ്റർക്ക് കെട്ടണതല്ല കേട്ടോ. അവരടിച്ചത് ഞാൻ അവരോട് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. സെൻറ്ററിൽ പട്ട വേണം പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 54 കേട്ടോ ഇതും വരുന്നത്. 54. അപ്പോൾ അത് മുന്നേ നിർത്തി
ഫ്രോക്ക് 54 ബാക്കിലേക്ക് കെട്ടുന്നതാണ് കേട്ടോ വന്നിട്ടുള്ളത്. സെയിം ഒക്കെ ഞാനോട് പറയാൻ മറന്നതാണ്. ഇത് 56 കേട്ടോ. ഇത് 56 ബാക്കിലേക്ക് കെട്ടുന്നതാണ്. ഇങ്ങനെ ഇതാക്കണതല്ല കേട്ടോ. 56 ഇതിൻ്റെ ബാലൻസ്. 56 നമ്മൾ കാണിച്ചു. ഇത് 54 ഉണ്ട് കേട്ടോ. ഇത് 54. 56 നമ്മൾ കാണിച്ചു. 54 ഈ സെയിം സാധനം ഉണ്ട് കേട്ടോ. 56 54 ഫ്രില്ലാണ് കേട്ടോ. കാരണം അവരോട് മോഡൽ മാറ്റാൻ ഞാൻ മറന്നതായിരുന്നു പറയാൻ. ഇത് 58 കേട്ടോ വരുന്നത്. 60 ഉണ്ട് കേട്ടോ. ഇത് 60 വരുന്നത്. 60 ബാക്കിലേക്ക് കെട്ടുന്നത്. അജ്രക്കില് 60 കേട്ടോ. അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടാലേ ഉള്ളൂ കിട്ടുള്ളൂ. കണ്ടല്ലോ അജ്രക്കില് താഴേക്ക് നോക്കി നല്ല ഇതായിട്ട് ഫ്ലെയർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ബാക്കിലേക്ക് കെട്ടുന്നതാണെന്ന് മാത്രം. അതിൽ തന്നെ 56 ഉണ്ട് കേട്ടോ. അതിൽ തന്നെ 56 വന്നിട്ടുണ്ട്. ഇത് 56 പറഞ്ഞാൽ ഇത് ഏകദേശം 58. എന്നോടൊരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു, ഷഹീദ 56 പറഞ്ഞാലും 58ന്റെ ലെങ്ത് ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത് 60 ഇത് 60 60ന്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ അല്ലേ? അറുപതിൽ ചെസ്റ്റ് വീതി 26 വരുന്നുണ്ട് കേട്ടോ. 60 ചെസ്റ്റ് വീതി 26 വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ചെസ്റ്റ് വീതിയും 26 ഉണ്ടാവും കേട്ടോ. 27 ഉണ്ട് കേട്ടോ. ഇതിന്റെ ഈ പ്രിന്റിൽ 27 ചെസ്റ്റ് വീതി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന സൈസ് മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഒക്കെ നിർത്തി കാണിച്ചത്. ഇത് 54 ഇത് 56 56 സൈസാണ്. അതേ സെയിം 56 ഉണ്ട്. അതിൽ സെയിം 54 ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ ഇന്ന് ഉച്ചക്ക് അടിച്ചു വന്നതാണ്. 54 ഉണ്ട്. അതിൽ 56 റെഡില് 56 58. അപ്പോൾ ഈ ഒരു കളറിൽ വന്നിട്ടുള്ളത് ഇത് 54 പറഞ്ഞാൽ 54 പറഞ്ഞാൽ ഏകദേശം 56ന്റെ ഇറക്കുണ്ട് കേട്ടോ. 54 പറഞ്ഞാലും 56ന്റെ ഇറക്കുണ്ട്. ഇത് 54 ഇത് എഴുതിയിട്ടുള്ളത്. പക്ഷെ 56 ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇത് 56 ഉണ്ട് 60 ഉണ്ട് കേട്ടോ. ഇത് 60 ഇത് 56 അങ്ങനെ സൈസ് എല്ലാ സൈസും കൂടി ആകുമ്പോൾ എനിക്കും ടെൻഷനാണ്. ഇത് 60 കേട്ടോ. 60. അപ്പോൾ ഇത്രയും കളറാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഫ്രോക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ 81 56 87 24 84 മെസ്സേജ് അയക്കുക. കോള് ചെയ്യരുത്. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് തരിക. അപ്പോൾ എനിക്ക് ഈ ഒരു ഫ്രോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എൻ്റെ സ്റ്റാൻഡ് പൊട്ടിയിട്ട് കുറേ ദിവസമായിക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് കേട്ടോ അതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. ഇനി അജ്രക്കിൽ വേണമെങ്കിൽ ഞാൻ ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓൾക്ക് അജ്രക്കിൽ ഫ്രോക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഇതിൻ്റെ പറഞ്ഞെങ്കിൽ ബാക്കിൽ നമ്മൾ ഇങ്ങനെ പണ്ടത്തെ ഉടുപ്പുണ്ടായിരുന്നല്ലോ. പണ്ട് എനിക്കൊരു ഉടുപ്പുണ്ടായിരുന്നു ഇങ്ങനെ. ഒന്നൊന്നല്ല കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. ഇങ്ങനെ കെട്ടിയിട്ട് ഇതാക്കണം, ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കണ്ട. കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതാട്ടോ. ഇതിങ്ങനെ നല്ല ബാക്കൊക്കെ വലിച്ച് കെട്ടിയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. സിബ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സിബ് ഇല്ലാതെ ഫ്രോക്ക് മാക്സി ചെയ്ത് തരുമോ ചോദിക്കുന്നുണ്ട്. സിബ് ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഇൻഷാല്ല ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്ത് വെച്ചെന്നുണ്ടെങ്കിൽ സിബില്ലാതെ സ്റ്റാൻഡ് താഴത്തേക്ക് അങ്ങനെ ഇറങ്ങി പോകും. വെച്ചാൽ സിബില്ലാതെ ചെയ്യാത്തത് കൂടുതൽ ചെയ്യാത്തത് എന്താ വെച്ചെന്നുണ്ടെങ്കിൽ
നമുക്ക് ഫീഡിങ് ആവശ്യത്തിനാണല്ലോ ഒരുപാട് ഫ്രോക്ക് മാക്സി പോണത്. കാരണം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന പെൺകുട്ടികൾ, പ്രസവിച്ച് കഴിഞ്ഞിട്ട്, അപ്പോൾ അവരൊക്കെ നമ്മളിങ്ങനെ വരും ഫ്രോക്ക് മാക്സി ഉണ്ടോ, കഫ്താനുണ്ടോ, ഇത് രണ്ട് ചോദിച്ചിട്ടാണ് ഒരുവിധം പ്രസവത്തിന് കൊണ്ടുപോകുന്ന പെൺകുട്ടികൾ മൊത്തത്തിൽ വരുന്നത് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് നിന്ന്, പെരിന്തൽമണ്ണെന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. പിന്നെ കുറേ ദിവസം എന്നെ കാണലില്ല, ഞാൻ വരുമ്പോൾ കട പൂട്ടിയിട്ട് മുങ്ങാണെന്നുള്ള വല്ലാത്ത പരാതി ഉണ്ട്. എന്താ വെച്ചാൽ ഈ മെറ്റീരിയൽ ഇതൊക്കെയുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ ഞാൻ തന്നെ പോണ്ടേ. അപ്പോൾ പിന്നെ എന്തിനാ ഷോപ്പ് ഇവിടെ തുറന്നു വെച്ചിങ്ങനെ വെച്ചു, നമ്മൾ സാധനങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ടു. ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് വെറും ഓൺലൈനിൽ മാത്രം ആക്കിയാലോ എന്നുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. കാരണം കുറേ ആൾക്കാർ ഇവിടെ കട തിരഞ്ഞു വരലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം തുറക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണം. കാരണം ഒരുപാട് കസ്റ്റമർ മടങ്ങിപ്പോയി. അല്ല, ആഴ്ചയിൽ 2 ദിവസം തുറന്നിടുക, ബാക്കിയുള്ള ദിവസം ഞാൻ പർച്ചേസിങ്ങിന് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, മാർഗം കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഒരുവിധം സപ്പോർട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ലേറ്റ് ആയിട്ടാണ് സാധനം പോണത്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഒരുപാടായിട്ട് ചെല്ലുമ്പോൾ ഒരിക്കലും ചെറിയൊരു വിഷയം. 2-3 ഇടത്തൊക്കെ കൊടുക്കുന്നുണ്ട്, എന്നാലും ഇങ്ങനെ ഒരു ചെറിയൊരു അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ പാക്കിങ് കഴിയണില്ല. ഓന് 10ാം ക്ലാസ്സും കൂടി ആയതുകൊണ്ട് ഇപ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ ഷോപ്പ് അടച്ചു പോകും. പിന്നെ മാക്സിമം ഞാൻ എല്ലാവരോടും പറയണു 7:30 വരെ ഷോപ്പിൽ ആളുണ്ടെങ്കിൽ 7:30 വരെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഈ മടക്കി വെക്കണം, പാക്ക് ചെയ്യണം, എല്ലാം ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, മാക്സിമം 7:30 വരെ പറയണത്. ഈ ശനി ഞായറൊക്കെ ആകുമ്പോൾ എന്താവുന്നത്, ശനി ഞായറും നമ്മൾ കൂടുതൽ ഓർഡറും പാക്കിങ്ങും നോക്കും, കാരണം സ്കൂളില്ലല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളിത് കൂടെ കോട്ടക്കുന്നുമൊക്കെ പോകുമ്പോൾ, ഈ വഴി പോണവരൊക്കെ കോട്ടക്കുന്നുമൊക്കെ പോകുമ്പോൾ ഇവിടെ കട തുറന്നു നോക്കും. അപ്പോൾ കട തുറന്നു ഇവിടെ വെളിച്ചം കണ്ടാൽ പോലും അറിയാം ഇനി തിരിച്ച് വരുമ്പോൾ വരാം. അപ്പോൾ ഇവിടെ കട ഉണ്ടല്ലോ, തിരിച്ച് വരുമ്പോൾ വരാം. ഞങ്ങൾ കർട്ടനൊക്കെ നീക്കിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടേതായിട്ടുള്ള പണികൾ എടുക്കുമ്പോൾ 10:30, 11:30, 12 ആ സമയത്തൊക്കെ ഈ കോട്ടക്കുന്നുമൊക്കെ പോയി തിരിച്ച് വരുന്ന ആൾക്കാർ ബ്രോസ്റ്റഡൊക്കെ അടിച്ചിട്ട് വരും. പിന്നെ ഓൾക്ക് പോകുമ്പോൾ 1:30 മണി 10:30 വന്നു കഴിഞ്ഞാൽ ഓലറിയാം എന്താ ഇപ്പം നാളെ സ്കൂളില്ലല്ലോ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഞങ്ങളൊന്ന് മനസ്സമാധാനത്തിൽ തിരയട്ടെ. നിങ്ങൾ മനസ്സമാധാനത്തിൽ തിരയണമെങ്കിൽ രാവിലെ 10 മണി 11, 12 മണി മുതൽ ഇവിടെ ഉണ്ടാകും. പക്ഷെ നിങ്ങളെല്ലാതും കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉറങ്ങാൻ പോകണ്ടേ, ഞങ്ങൾക്ക് ആ ഒരു കുറച്ച് സമയമല്ലേ പെരീക്ക് പോകാൻ കിട്ടണുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി 7:30 ഉള്ളിൽ വരാൻ നോക്കുക. 7:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മുതൽ കട ആരായാലും ഇതാവില്ല. 10:30 വന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ തുറക്കണില്ല എന്ന് പറഞ്ഞാൽ, കാരണം ഞാനും ഓനും ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അത് കാരണം പറഞ്ഞാലും ചിലർക്ക് ദേഷ്യമൊക്കെ എന്തെങ്കിലും തോന്നും. കാരണം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യല്ലാതെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ പുറത്തുനിന്ന് ആൾക്കാർ ഈ 10:30, 12 മണിക്കൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ എല്ലാവർക്കും അത് ദഹിച്ചോളണം എന്നില്ല. ദഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ഉൾക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കോട്ടക്കുന്നുമ്മ പോകുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിക്കാണ്ട് സാധനം എടുത്തുകാണ്ട് കോട്ടക്കുന്നുമ്മക്ക് പോയിക്കൊള്ളുണ്ടോ. കോട്ടക്കുന്നുമ്പന്ന് തിരിച്ചു വരുമ്പോഴത്തേന് ലേറ്റ് ആയാലും നമ്മൾ സാധനം തരും എന്നുള്ള പ്രതീക്ഷ വെക്കണ്ടെന്നല്ല. കാരണം ആ ഒരു സമയം നിങ്ങളും കൂടി ചിന്തിക്കുക. ഞാനും ഒരു മോനും മാത്രമാണ്. കാരണം നമുക്കിത് പാക്കിങ്ങും ഇതൊക്കെ കഴിയണമെങ്കിൽ ചിലപ്പോൾ ഒരു 12 മണി വരെയെങ്കിലും നമ്മളിവിടെ മാക്സിമം ഇനിയിപ്പോൾ എന്താണ് ഇതെന്താണ് ഓണം പെരുന്നാളും എല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പാക്കിങ് കഴിയാത്തതുകൊണ്ടാണ്. പിന്നെ ഈ 190ൻ്റെ മാക്സി ഇറങ്ങിയ സമയത്ത് ഒരുപാട് കസ്റ്റമർ ഷോപ്പിലും വരും. അപ്പോൾ അത് കാരണം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ അഡ്രസ്സും തന്നുകാണ്ട് മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമ്മൾ അഡ്രസ്സ് നോക്കുമ്പോൾ ഉണ്ടാവില്ല സാധനം, പിന്നെ ആളെ കാണൂല, അങ്ങനെയൊക്കെ. അപ്പം ചിലപ്പോൾ മെസ്സേജ് ഇങ്ങനെ വന്നു വരും. പഴയ വീഡിയോസിൽ നിന്നാണ് കൂടുതൽ ഓർഡർ വരുന്നത്. പഴയ വീഡിയോസിൽ നിന്ന് 1 വർഷം മുന്നത്തെ, 1.5 വർഷം മുന്നത്തെ. ഓക്കെ, പിന്നെ അതല്ല നമ്മൾ ഇൻസ്റ്റയിൽ ഇവിടെ എലാസ്റ്റിക്കുള്ള ആ മാക്സി ഉണ്ടല്ലോ, ഇവിടുത്തെ എലാസ്റ്റിക് വരുന്നേ, അതായത് 1.5-2 വർഷം മുന്നേ പോസ്റ്റ് ചെയ്തതാണ്. അതൊക്കെ ഇപ്പോൾ കുത്തിപ്പൊന്തിച്ചിട്ട് അതേറ്റൊക്കെ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം അതുകൊണ്ട് കുറച്ച് ഡിലേ വരുന്നുണ്ട്. ഞാൻ സോറി പറയണേ. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കിട്ടാത്തതിനും പറയുന്നുണ്ട്. സോറി പറയില്ലാതെ നിവൃത്തിയില്ല. കാരണം പിന്നെ ഇപ്പോൾ ഈ ഒരു ആഴ്ചത്തെ ഈ കലക്കി തിരിച്ചിലുണ്ടല്ലോ, ഈ പാക്കിങ് ഇതായതും ഒക്കെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് മിസ്സായതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്, അതിൻ്റെ ഒരു പ്രശ്നം, ബാങ്കിൻ്റെ പ്രശ്നം തീർന്നാൽ പിന്നെ മാക്സിമം ആ ഒരു ഓർഡറിൽ പോയി കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് ആ റീലുമ്പോൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സെറ്റാക്കും മക്കളെ.